എല്ലാവർക്കും നമസ്കാരം. കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്കണോമിക്സിന്റെ നോട്ട്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പുതിയ SCRT-യിൽ എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട ലെസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലെസൺസ് ആണ്. കൂടാതെ തന്നെ ഈ ഒരു ലെസണും കൂടിയുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾ എന്നതിൽ ക്ലാസ് 10-ലെ പണവും സമ്പദ് വ്യവസ്ഥയും, RBI, ധനകാര്യ സ്ഥാപനം, ഇത്രയും ലെസൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് 10ാം ക്ലാസ്സിൽ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കാനുള്ളത്. അതിപ്പോൾ LGS ലെവൽ ആണെങ്കിലും 10th ലെവൽ ആണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്, ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി +2 ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഈ 5ാം ക്ലാസ് ടു 10ാം ക്ലാസ് വരെയുള്ള SCRT ലെസണിലെ നോട്ടുകളാണ് തരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ലെസൺ ആണ് കേട്ടോ. എടുക്കുന്നത് ഇന്ന് തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ലെസൺ എടുക്കുകയാണ്. അതിൽ ഫസ്റ്റ് ലെസന്റെ നോട്ട്സ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് പഠിച്ചു പോകാം. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും താഴെ ഒരു കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, നോട്ട്സുകൾ നന്നായിട്ട് ഓരോ നോട്ട്സും തരുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചു മാറ്റി അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം. നോക്കാം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ്? ബാർട്ടർ സമ്പ്രദായം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ PYQ എന്ന് ലെഫ്റ്റിൽ എഴുതി വെക്കാം കേട്ടോ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ പരസ്പരം കൈമാറാം. സാധനങ്ങൾക്ക് പകരം എന്താണ് കൈമാറുന്നത്? സാധനങ്ങൾ തന്നെ കൈമാറുന്ന സമ്പ്രദായമാണ് ഏത്? ബാർട്ടർ സമ്പ്രദായം. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്? വ്യാപാരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് നമ്മൾ വിൽക്കുകയാണ് അല്ലെ. ആ വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്? പ്രതിഫലം ഇങ്ങോട്ട് കിട്ടും അല്ലെ. അതിന് നമ്മൾ എന്താ പറയുക? നമ്മൾ അത് ചെയ്യുന്നത് എന്താണ്? ഒരു വ്യാപാരമാണ്. എന്താണ് പട്ടുപാത? എന്താണ് പട്ടുപാത? സിൽക്ക് റൂട്ട് ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന വ്യാപാര പാതയാണ് പട്ടുപാത. അപ്പൊ ഏതൊക്കെ ഭൂഖണ്ഡമാണ് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. AEA അല്ലേ? AEA. ഓക്കെ. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏതൊക്കെ ഭാഗങ്ങൾ തമ്മിലാണ്? കിഴക്കും പടിഞ്ഞാറും ട്ടോ. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന വ്യാപാര പാതയാണ് ഏത്? സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനം അല്ലേ. നമ്മൾ എന്തൊരു കാര്യവും പണം കൊടുത്തിട്ടാണെങ്കിലും പണം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചിട്ടാണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു എന്ത് കാര്യമാണ്? ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് അല്ലെ. ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഏതിലൂടെയാണ്? ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് അത് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴല്ലേ അവിടെ ഒരു സാമ്പത്തിക പ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ അവിടെ രണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഉൽപാദനം എന്ന പ്രക്രിയ നടക്കുന്നുണ്ട്, സാമ്പത്തിക പ്രവർത്തനം എന്ന പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഇനി എന്താണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല? വെരി ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഈ ഭാഗത്ത് വരുന്ന ഉദാഹരണങ്ങൾ വ്യക്തമായി നോക്കുക കേട്ടോ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പ്രകൃതി വിഭവങ്ങൾ ട്ടോ. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനമാണ് ഏതിൽ വരുന്നത്? പ്രാഥമിക മേഖലയിൽ വരുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖലയെ കാർഷിക മേഖല എന്ന് പറയപ്പെടുന്നു. ഇതിലുള്ള മുഴുവൻ ഓരോ കാര്യങ്ങളും ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അതിനത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കുക. അപ്പൊ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണം കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. ഉദാഹരണങ്ങൾ നന്നായിട്ട് പഠിച്ചോളണം. നല്ല രീതിയിൽ ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചോ, തെറ്റരുത്. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം ഇവയൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അപ്പൊ എന്താ നമ്മൾ പ്രാഥമിക മേഖല പറഞ്ഞത്?
എന്താ പ്രാഥമിക മേഖല? എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനമാണ് ഏത്? പ്രാഥമിക മേഖല. ഈ പ്രാഥമിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കാർഷിക മേഖല എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ വരും? കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. ഒക്കെയാണോ? ഇനി നമുക്ക് ദ്വിതീയ മേഖലയിലേക്ക് കടക്കാം. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഏത്? ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഈ പ്രാഥമിക മേഖലയിൽ എന്താണോ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആ പ്രാഥമിക മേഖലയിൽ നിന്നും എന്താണോ കിട്ടിയത് ആ അസംസ്കൃത വസ്തു ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഏത്? ദ്വിതീയ മേഖല. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പഠിക്കാം. കൃഷി ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു നെല്ല് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് അതിനെ എന്താക്കാൻ പറ്റും? അരിയാക്കാനായിട്ട് പറ്റും അല്ലേ? ആ അരിയിലെ നെല്ല് എന്ന സാധനം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദ്വിതീയ മേഖലയിൽ എത്തുമ്പോൾ അതിനെ എന്താക്കാം? അരിയാക്കാം. അരിയെ പൊടിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം? അരി ഉപയോഗിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഇന്ന് ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ പറഞ്ഞില്ലേ, പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇനി വ്യവസ്ഥ മത്സ്യബന്ധനം. മത്സ്യങ്ങൾ ഡയറക്റ്റ് ഇപ്പൊ മത്സ്യം കിട്ടി. അപ്പൊ മത്സ്യം കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും അല്ലെ? നമുക്കറിയാം അച്ചാറുകൾ ഇറക്കാനല്ലേ, മീൻ അച്ചാറൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പിന്നെ അതേപോലെ ഓരോ പൊടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എവിടെയായിരിക്കും എത്തുക? ദ്വിതീയ മേഖലയിലായിരിക്കും എത്തുക അല്ലെ? മത്സ്യം ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മത്സ്യത്തിന്റെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ എവിടെയായിരിക്കും? ദ്വിതീയ മേഖലയിലായിരിക്കും. വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖലയെ വ്യവസായിക മേഖല എന്ന് പറയുന്നു. അപ്പൊ പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാർഷിക മേഖല എന്നും ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യവസായിക മേഖല എന്നുമാണ്. എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടാൻ കാരണം? ഇവിടെ കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടും ദ്വിതീയ മേഖലയിൽ വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടുമാണ് കേട്ടോ. അപ്പൊ ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം. ഇതിന്റെ ഈ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലയെ കുറിച്ചിട്ടൊക്കെ ഇനി അടുത്തൊരു ലെസൺ വരുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ് ഏതൊരു ലെസണിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്കത് പഠിക്കാം. ഇതിനേക്കാൾ കുറച്ചും കൂടി ഡീപ്പായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ കൂടെ ഒന്നും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം, മാർക്കും കിട്ടും കേട്ടോ. അപ്പൊ എന്താണ് ഇനി തൃതീയ മേഖല? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? ഓരോ മേഖലയും മറ്റു മേഖലകളോട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നറിയപ്പെടുന്നു അല്ലെ? അപ്പൊ ഇവിടെ സേവന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അല്ലെ? പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സേവന മേഖല എന്ന് അറിയപ്പെടുന്നു. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ സേവന മേഖലയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല, ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖല, പിന്നെ തൃതീയ മേഖല അറിയപ്പെടുന്നത് സേവന മേഖല. ഉദാഹരണങ്ങള് പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണം കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ് വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾ, കെട്ടിട നിർമ്മാണം. ഇനി നോക്കിക്കേ, അതേപോലെ ഇപ്പൊ ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം ഒരു കെട്ടിടം മനസ്സിൽ കാണുക. ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ എന്ത് വേണം? ഒരു വൈദ്യുതി വേണം അല്ലെ? കറണ്ട് വേണം അല്ലെ? ആ കറണ്ട് ഉണ്ടെങ്കിലാണ് അവിടെ ടെക്സ്റ്റൈൽ വ്യവസായം തുടങ്ങാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതങ്ങനെ ദ്വിതീയ മേഖല. ഇനി തൃതീയ മേഖല സേവന പ്രവർത്തനങ്ങളാണ് അല്ലെ? നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നില്ലേ? ബാങ്കിങ്, ആരോഗ്യരംഗത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നില്ലേ? ഉണ്ട്. വാർത്താവിനിമയം കിട്ടുന്നില്ലേ? ഉണ്ട്. നമുക്ക് ഇനി ഒന്നും കൂടി ഇവിടെ ക്രോഡീകരിച്ച് നോക്കാം. പ്രാഥമിക മേഖലയിൽ വരുന്നത് ഏതാണ്? ഖനനം, മത്സ്യബന്ധനം, കൃഷി, പിന്നെ ഇതിന്റെ നമ്മൾ കൂടെ ഏതാ പഠിച്ചേ? വനപരിപാലനം അല്ലെ? വനപരിപാലനം. ഓക്കെ. ഇനി എന്താണ് ദ്വിതീയ മേഖലയിൽ? വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം. തൃതീയ മേഖല ആരോഗ്യരംഗം, വാർത്താവിനിമയം, ബാങ്കിങ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നന്നായി പഠിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു പോയിന്റ് വരുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇനി നോക്കിക്കേ,
പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. അതുപോലെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്ന് മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം സാധ്യമാകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരൊറ്റ പാരഗ്രാഫിൽ പഠിച്ചു. ഇനി എന്താണ് ഉൽപാദനം? എന്താ പ്രൊഡക്ഷൻ? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനത്തെ സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇനി ഉൽപാദന ഘടകങ്ങൾ നമുക്ക് ഓരോന്നും പഠിക്കാം. ഭൂമി എന്താണ്? തൊഴിൽ എന്താണ്? മൂലധനം എന്താണ്? സംഘാടനം എന്താണ്? നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉൽപാദനം നടക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. അതിൽ ഭൂമി നമുക്ക് നോക്കാം. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. നാല് തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങളാണ്? എവിടെ നിന്നൊക്കെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും, ഭൗമ അന്തരീക്ഷത്തിൽ നിന്നും, ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്നും ഒക്കെയുള്ള പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി എന്താണ് തൊഴില്? ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഓരോരുത്തരും ഓരോരോ തൊഴിൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഒരു അധ്വാനം വരുന്നുണ്ട് അല്ലെ. ഒരു അധ്വാനം വരുന്നുണ്ട്. വെറുതെ നടക്കോ? ഇല്ല. ആ അധ്വാന ശേഷിയെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ അല്ലെ, എന്താണ്? കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ചിട്ട് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു അല്ലെ. നമുക്കറിയാം അല്ലെ. കായികം എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ നമുക്കറിയാം നല്ലോണം ഇപ്പൊ ഒരു കെട്ടിടം പണി എടുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു കൈക്കൂട്ട് എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഉദ്യോഗം അല്ലെ, ഒരാള്, ഇവരൊക്കെ എന്താ? കായികമായിട്ട് അധ്വാനിക്കുന്നവരാണ്. ഇനി ബുദ്ധിപരമായിട്ടാണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ഏത് വേണം? നല്ല ബുദ്ധി വേണം അല്ലെ. IT മേഖലയിലും ബാങ്കിങ് മേഖലയിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് അല്ലെ. അതിനൊക്കെ എന്താണ്? ആ ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊരു പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? തിരിച്ചു പ്രതിഫലം വേണം. ആ പ്രതിഫലം കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? തൊഴിൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പണി ചെയ്യുന്നുണ്ടാകാം, നമുക്ക് അതിന് കൂലി ഉണ്ടോ? ഇല്ല. അതിന് നമുക്ക് എന്ത് പറയാൻ പാടില്ല? തൊഴിൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതാണ് അവിടെ പറയുന്നത്. പ്രതിഫലം. അതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്ന ജോലി ഇല്ലാതെ ഇരിക്കുന്നവരൊക്കെ എന്താ പണി ചോദിച്ചാൽ അവര് വെറുതെ ഇരിക്കാണ് എന്ന് പറയുന്നത് കേട്ടോ. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. ഒരു ചോദ്യമായിരുന്നു ഒരിക്കൽ. ഇനി എന്താണ് മൂലധനം? ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയക്ക് എന്ത് ആവശ്യമാണ്? മൂലധനം ആവശ്യമാണ് അല്ലെ. നമുക്ക് എന്ത് ഉൽപാദനം, ഇപ്പൊ നമ്മൾ പറഞ്ഞു തൊഴിലാണെങ്കിൽ, തൊഴിൽ ചെയ്യുകയാണെങ്കിലും, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും എന്തിനും എന്ത് വേണം? പണം വേണം അല്ലേ. അങ്ങനെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗമാണ്. പഠിച്ചോളണം കേട്ടോ. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗമാണ്. ഇനി എന്താണ് സംഘാടനം? ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം അല്ലെ. സംഘടിപ്പിക്കുകയാണ് അല്ലെ, എല്ലാവരും കൂടി ചേർത്ത് നിർത്തുകയാണ്. അപ്പൊ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നവർ സംഘാടകർ, സംരംഭകർ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായിട്ടുള്ള മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിന്റെ ഭാഗമാണ്. നന്നായിട്ട് പഠിക്കണം. പ്രീവിയസ് ചോദ്യങ്ങളാണ്.
ഭൂമിയിൽ നിന്ന് ലഭ്യമാകുന്ന എന്തെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടെത്തുക. എന്തൊക്കെ പ്രകൃതി വിഭവങ്ങളായിരിക്കും നമ്മൾ ഉൽപാദന പ്രക്രിയയിൽ കണ്ടെത്തുക? പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും കൃഷി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? കൽക്കരി, മണ്ണ്, ജലം, വനവിഭവം, പാറ, കാറ്റ്, പെട്രോളിയം, ലോഹങ്ങൾ, സൂര്യപ്രകാശം, തിരമാലകൾ, വേലികൾ, വിവിധ തരം ധാതുക്കൾ, ഇതൊക്കെ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങളാണ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉൽപാദന പ്രക്രിയകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൽക്കരി, മണ്ണ്, ജലം, വനവിഭവം, പാറ, കാറ്റ്, അതായത് കാറ്റാടി യന്ത്രം, പെട്രോളിയം, ലോഹങ്ങൾ, സൂര്യപ്രകാശം, തിരമാലകൾ, വേലികൾ, വിവിധ തരം ധാതുക്കൾ, ഇതൊക്കെ എന്താണ്? പ്രകൃതി വിഭവങ്ങളാണ്. ഇനി മൂലധനത്തിന്റെ വിവിധ രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ് മൂലധനത്തിന്റെ വിവിധ രൂപങ്ങൾ? ഒന്ന് സാമ്പത്തിക മൂലധനമുണ്ട്, മനുഷ്യ മൂലധനം, ബൗദ്ധിക മൂലധനം, പ്രകൃതി മൂലധനം അല്ലെ? അതായത് ഇപ്പൊ നമ്മളിവിടെ മൂലധനത്തിന് ഉദാഹരണങ്ങൾ നമ്മളിവിടെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലെ? അതിൽ മനുഷ്യ നിർമ്മിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? പിന്നെ പണം ഉപയോഗിച്ച് നമ്മൾ വാങ്ങിച്ച കുറെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ? പിന്നെ ഭൗതികമായിട്ടുള്ളത് ഉണ്ടാവും, പ്രകൃതി വഴി കിട്ടിയത് ഉണ്ടാകാം അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? അപ്പോ ഇവിടെ നോക്കിക്കേ, ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സാമ്പത്തിക മൂലധനത്തിൽ ഏതൊക്കെ വരും? സാമ്പത്തിക മൂലധനത്തിൽ സാമ്പത്തികം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം വരും പണം അല്ലെ? പണം, അതുപോലെ നിക്ഷേപം അല്ലെ? ഇതൊക്കെ സാമ്പത്തിക മൂലധനത്തിന് ഉദാഹരണങ്ങളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. പണം, നിക്ഷേപം. ഇനി മനുഷ്യ മൂലധനം പറയുമ്പോൾ എന്താണ്? മനുഷ്യന്റെ ഒരു കഴിവില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. അവിടെ എന്താ? മനുഷ്യന്റെ കഴിവാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ ജ്ഞാനം, അറിവ് അല്ലെ? കഴിവും അറിവും ഒക്കെയാണ് മനുഷ്യ മൂലധനത്തിൽ വരുന്നത്. പഠിച്ചോളണം കേട്ടോ. ഭൗതിക മൂലധനത്തിൽ എന്തൊക്കെ വരും? യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും. പ്രകൃതി മൂലധനത്തിലാണ് വിഭവങ്ങളും പരിസ്ഥിതിയും. സാമ്പത്തിക മൂലധനത്തിൽ പണം, നിക്ഷേപം. മനുഷ്യ മൂലധനത്തിൽ കഴിവ്, ജ്ഞാനം. ഭൗതിക മൂലധനത്തിൽ യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനത്തിലെ വിഭവങ്ങളും പരിസ്ഥിതിയും. ഇനി നോക്കിക്കേ, ഉൽപാദന ഘടകങ്ങളായ ഭൂമിയിലൂടെ ലഭിക്കുന്ന പ്രതിഫലം ഏതായിരിക്കും? പാട്ടല്ലേ? ഭൂമി നമ്മൾ എന്തിനാ കൊടുക്കുക? പാട്ടത്തിന് കൊടുക്കും അല്ലെ? ആ പാട്ടത്തിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കാശ് കിട്ടും അല്ലെ? പാട്ടം കഴിഞ്ഞാൽ അവർ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടിയാൽ ഇത്രേ എന്ന് പറഞ്ഞിട്ട് വെക്കും അല്ലെ? അപ്പോ ഭൂമി വഴി കിട്ടുന്നത് ഏതാണ്? പാട്ടമാണ് അല്ലെ? ഭൂമി എന്ന ഉൽപാദന ഘടകത്തിന് കിട്ടുന്ന പ്രതിഫലം പാട്ടമാണ്. 4 ചോദ്യങ്ങളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ ചെയ്തതാണ് PSC. തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലം, തൊഴിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. മൂലധനം, ഇനി ഒരു പണത്തിന് നമുക്ക് കിട്ടുന്നത് എന്താ? പണം ബാങ്കിൽ കൊണ്ടിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും അല്ലെ? ഇനി മൊത്തം സംഘടിച്ച ഈ ഭൂമിയെയും തൊഴിലിനെയും മൂലധനത്തിനെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് സംഘടന നടത്തിയാൽ നമുക്ക് എന്തുണ്ടാകും? ലാഭം ഉണ്ടാകും. അപ്പൊ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം പാട്ടം, തൊഴിലിന് കിട്ടുന്നത് കൂലി, മൂലധനത്തിന് കിട്ടുന്നത് പലിശ, സംഘടനത്തിന് കിട്ടുന്നത് ലാഭം. ഇനി കായികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് ഏതാണ്? തൊഴിലാളിയാണ് അല്ലെ? കായികപരമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള അധ്വാന ശേഷി ഉപയോഗിക്കുന്നത് തൊഴിലാളിയാണ്. ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം ഏതാണ്? പലിശയാണ്. ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം സംഘാടനമാണ്. ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തിയെ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭർ എന്നൊക്കെ പറയും. ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം ഭൂമിയാണ്. ഇനി എന്താണ് സാധനങ്ങൾ? ഭക്ഷ്യവസ്തുക്കൾ, സോപ്പ്, തുണികൾ, കുട, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ തുടങ്ങിയവയൊക്കെ എന്താണ്? സാധനങ്ങളിൽ വരും അല്ലെ? ഇനി സേവനങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുതി ബോർഡിൽ നിന്നുള്ള സേവനം, ബാങ്കിൽ നിന്നുള്ള സേവനം, ഡോക്ടറുടെ സേവനം, അധ്യാപകന്റെ സേവനം, അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള സേവനം തുടങ്ങിയവയൊക്കെ എന്താണ്? സേവനങ്ങളിൽ വരുന്നതാണ് അല്ലെ? പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് സാധനങ്ങൾ? എന്താണ് സേവനങ്ങൾ? ഇനി എന്താണ് ഉപഭോഗം? പ്രീവിയസ് ചോദ്യമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് കൺസംഷൻ, അതായത് ഉപഭോഗം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് സാധനങ്ങളെയും ഈ സേവനങ്ങളെയും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഏത്? ഉപഭോഗം എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ? ഈ സേവനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറില്ലേ? അപ്പൊ ആ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്ത്? ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി ആരെയാണ് ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത്? ആരെയാണ് ഉപഭോക്താവ്? വില കൊടുത്തോ? പ്രീവിയസ് ആണ്, നന്നായി പഠിച്ചോ. ഈ ഓരോ വാക്കും നന്നായി പഠിച്ചോ. വില കൊടുത്തോ,
വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സാധനം വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കും. ചിലപ്പോൾ എന്ത് പറയും? അത് പിന്നെ തരാം എന്ന് പറയും അല്ലേ? അങ്ങനെ വില കൊടുക്കാം, പിന്നെ തരാം, വില തരാം എന്ന് പറയുന്ന കരാറിലാണ് അല്ലേ? അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതാണ് ആരാണ്? അപ്പൊ നമ്മൾ ആരാണ്? നമ്മളൊരു ഉപഭോക്താവാണ്. ഇനി സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു. ആ സാധനം വാങ്ങിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളൊരു ഉപഭോക്താവാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് തരാം എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മളൊരു ഉപഭോക്താവാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടണം അല്ലേ? എന്തൊക്കെ കിട്ടണം? നല്ല ഗുണമേന്മയുള്ള സാധനം കിട്ടണം, പിന്നെ വിൽപ്പനാനന്തര സേവനം കിട്ടണം അല്ലേ? നമ്മളത് വാങ്ങിച്ചിട്ട് വിൽക്കുക. ഇപ്പൊ വേറെ എവിടെയെങ്കിലും കുറെ സാധനങ്ങൾ ഒന്നായിട്ട് മൊത്തത്തിൽ എടുത്തു, നമ്മൾ അപ്പുറത്ത് വേറെ ബിസിനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലത് കിട്ടണം അല്ലേ? പിന്നെ ആ വിശ്വാസ്യത കിട്ടണം, അളവിലും തൂക്കത്തിലും കൃത്യത കിട്ടണം. പിന്നെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഇപ്പൊ നമുക്ക് ഇതൊന്നും കിട്ടിയില്ല, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ കുറെ ആയി എപ്പോഴും പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗുണമേന്മയില്ല, സാധനങ്ങൾക്ക് ഗുണമേന്മയില്ല, സാധനങ്ങൾക്ക് തൂക്കം കമ്മിയാണ്, നമുക്ക് വിൽപ്പനാനന്തര സേവനം കിട്ടുന്നില്ല, വിശ്വാസ്യതയില്ല, അമിതമായി നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. സർക്കാർ വകുപ്പുകളെ ഇതാക്കാം, ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ എന്തുണ്ട്? ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായിട്ട് ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ഉപഭോക്തൃ ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ക്ലാസ്സിലുണ്ട് കേട്ടോ. ഇനി ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഇതൊക്കെ പഠിക്കണം കേട്ടോ. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉൽപാദനം, മിച്ചോൽപാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നതാണ് അല്ലെ? അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ലോകം അങ്ങനെ എങ്ങനെയാണെങ്കിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഉൽപാദനം നടത്തണം, നന്നായിട്ട് ഉൽപാദനത്തിൽ മിച്ചം കണ്ടെത്തണം, കൈമാറ്റ സമ്പ്രദായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയണം, സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം, വിപണികളുടെ വളർച്ച അല്ലെ? ഇതൊക്കെ എന്ത് ചെയ്യണം? പുരോഗതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. നമുക്ക് അടുത്ത നോട്ട്സുമായി വീണ്ടും കാണാം.